ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഗ്രാജുവേഷൻ്റെ ഒരു വ്ളോഗാണ്. എനിക്കറിയത്തില്ല ഫുള്ള് വീഡിയോ ഒക്കെ ഇതിൻ്റെ ക്ലിപ്സ് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, കാരണം തിരക്കായിരിക്കും കുറേയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഫുള്ള് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വ്ളോഗ് ചെയ്യണം, കാരണം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി, പിന്നെ എൻ്റെ വീട്ടുകാർക്കും നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ അവർക്കൊന്നും ഇവിടെ വന്ന് ഈ ഫംഗ്ഷൻ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗാണിത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഫുള്ള് പഠിച്ചത് ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്. ഒന്നല്ല, ഞാൻ LP UP ഹയർ സെക്കൻഡറി ഒക്കെ കേരള സിലബസ് ആയിരുന്നു. പിന്നെ ഒരു ഗ്രാമപ്രദേശം കൂടി ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എക്സ്പോഷർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ വരുന്ന ടൈമിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുമോ, ഇവിടെ വന്നാൽ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റും, എനിക്ക് നന്നായിട്ട് എൻ്റെ ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ ട്യൂട്ടേഴ്സിനെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനതൊരിക്കലും അഹങ്കാരത്തോടെ പറയണതല്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പ്രൗഡായിട്ട് തന്നെ പറയണമുള്ള കാര്യമാണ് ഞാൻ. കാരണം വന്ന സമയത്ത് നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും. അതൊക്കെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് ലൈബ്രറിയിലൊക്കെ പോയി ഞാൻ അസൈൻമെൻറ്റുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങൾക്കൊരു കമ്പനി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ മുന്നേ നമ്മളത് പ്രസൻറ്റ് ചെയ്യുകയും വേണം. അത് കുറച്ച് എനിക്ക് ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷേ എനിക്കത്, എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞാനായിരുന്നു. എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റി, എനിക്കതിന് ഡിസ്റ്റിങ്ഷൻ കിട്ടി. പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അതിനെനിക്ക് എൻ്റെ ട്യൂട്ടർ തന്ന ഫീഡ്ബാക്ക് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതെനിക്ക് ഈ ഒരു MSc, ഞാൻ ഈ ചെയ്ത ഒരു MScയിൽ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതെനിക്കിവിടെ പറയണം തോന്നി. കാരണം ഒരുപാട് പേർക്ക് പേടിയൊക്കെ കാണുമല്ലോ, മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ പറ്റുമായിരിക്കും എന്നുള്ളത്. പക്ഷേ ശരിക്കും നമുക്ക് ട്രൈ ചെയ്താലേ നമുക്ക് പറ്റും എന്നെനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് ഡ്രസ്സൊക്കെ ഇടണം, പോകാൻ റെഡി ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ ഗ്രാജുവേഷന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയായിരുന്നു ഇത്. ഞാൻ ട്രിവാൻഡ്രം ജയലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ, സാരി മടക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ബ്ലൗസ് തയ്ച്ചപ്പം കുറച്ചൊരു സീനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്ലീവ് കുറച്ചൊരു ഷോർട്ടാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഉടുക്കണമെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ എനിക്ക് സാരി തന്നെ ഉടുക്കണം എന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. പിന്നെ ഞാൻ ഉച്ചക്കലത്തേക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ കുറച്ച് ലേറ്റ് ആവുമല്ലോ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ റെഡിയായി, സാരിയൊക്കെ ഉടുത്തു, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെയോ ഉടുത്ത് വെച്ചു. എന്നിട്ട് അവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുകയാണ്. ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നടക്കാനായിട്ടുള്ളൂ. ആനന്ദ് തിരിഞ്ഞോ 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 ആനന്ദിനെ കിട്ടി. ആനന്ദാണ് എൻ്റെ ഗസ്റ്റ്. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെത്തി. അവിടെ കുറച്ച് പേരൊക്കെ ഞാൻ ചെന്ന ടൈമിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു എത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഗൗണും ഹാറ്റും വാങ്ങിക്കണം. ക്യൂ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്ത സൈസിനനുസരിച്ചുള്ള ഹാറ്റും ഗൗണും അവർ എടുത്തു തരും. എന്നിട്ട് ഇവർ തന്നെ ഇങ്ങനെ നമുക്കെല്ലാം ഇട്ടൊക്കെ തരും കേട്ടോ. അപ്പം എനിക്ക് അവർ ഇട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഹാപ്പി ഗ്രാജുവേഷൻ ഡേ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് അത്യാവശ്യം അവിടെ ആളുകളൊക്കെ നിറഞ്ഞായിരുന്നു. അത്യാവശ്യം എല്ലാവരും വന്നു തുടങ്ങി. പിന്നെ ഞാൻ ആകെ 2-3 പേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും അകത്ത് കയറാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ പഴയ ഫ്ലാറ്റ്മേറ്റാണ് പ്രവല്ലികയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ ഈ ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾ നോക്കരുത്, ഞാൻ എന്തിനോ വേണ്ടി എടുത്തെറിയായിരുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചിനി ഫംഗ്ഷൻ നടക്കണ ബിൽഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് പ്രവല്ലിക തന്ന ഗിഫ്റ്റാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. നടന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഗ്രാജുവേഷൻ ഹാളിലെത്തി. 4 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഞാനൊരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഹാളിലെത്തിയത്. അപ്പോൾ MBAക്കാർക്ക് ഉച്ചയ്ക്കായിരുന്നു ഫംഗ്ഷൻ, 2 മണിക്ക്. അപ്പോൾ അവർ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് അത്യാവശ്യം ഉള്ളിലുണ്ടായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നവരും എനിക്ക് ഇറങ്ങിയിട്ട് വരുന്നവരും എല്ലാവരുമായിട്ട് കുറേ തിരക്കുണ്ടായിരുന്നു.
അങ്ങനെ ടൈം ആയപ്പോഴത്തേക്ക് ഹാളിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആനന്ദായിരുന്നു. ആനന്ദ് ഗസ്റ്റിന് വേറെ ഗേറ്റ് ആയിരുന്നു, അതുവഴി പോയി. ഇത് നമ്മൾ ഗ്രാജുവേറ്റ്സ് നിൽക്കണ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. അവരൊരു ബുക്ക്ലെറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നിട്ട് നമ്മൾ അവിടെ കാർഡ് കാണിച്ചിട്ട് വേണം അകത്ത് കയറാൻ. കാർഡല്ല, ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറണം. പിന്നെ നമ്മുടെ ഓരോ സീറ്റിൽ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരനുസരിച്ച് സീറ്റ് നമ്പറിൽ വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാളിൽ വയലിൻ കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. Now I'll take you through the graduation ceremony itself. The ceremony starts with the entrance of the platform party. അങ്ങനെ ഓരോ ഗ്രാജുവേറ്റ്സിനെ അവർ അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കാമേ. Azwani Prabina. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞു, പുറത്തിറങ്ങി. അപ്പോൾ ലാസ്റ്റ് ഐശ്വര്യയും ഡിൻഡോയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ട്. നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ലാസ്റ്റ് ഇവിടെ ഇതേപോലെ ഫോട്ടോസ്, അവരെടുത്ത ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. 10 പൗണ്ട് മുതൽ 30 പൗണ്ട് വരെ ഉണ്ട്. ഇപ്പം ഞാൻ 10 പൗണ്ടിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കിട്ടി, അത് കൊള്ളായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, തിരിച്ചിറങ്ങി. ഇനി തിരിച്ച് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം താങ്ക് യു, ബൈ.